ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ ഇതിപ്പോൾ രാവിലത്തെ കാപ്പിയൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്ന് ദോശ തന്നെയായിരുന്നു. അപ്പം എന്നും ഈ ഒരേ ഇത് തന്നെ വേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇന്ന് എടുത്തില്ല. രാവിലെ മുതൽ നല്ല ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലായിരുന്നു, നമുക്കൊന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ പിള്ളേർ ചെയ്യും, പക്ഷേ നമുക്ക് തൃപ്തിയാകത്തുമില്ല. അരിയും മൂലം ചേർത്തും പോലും ചെയ്യലും നടക്കത്തുമില്ല. അപ്പം അവരിന്നലെ കുറേ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞത് തിണ്ണയൊക്കെ ഒന്ന് കഴുകിയിടുന്നൊക്കെ ആരും കേൾക്കുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ എണീറ്റ് തിണ്ണയെല്ലാം ഒന്ന് കഴിയും. ഇപ്പം രാവിലത്തെ വെയിലെ തിണ്ണയിലോട്ട് നല്ലപോലെ കിട്ടുവേ. അപ്പോൾ അവിടുത്തെ ചവിട്ടി കഴുകിയിടലും എല്ലാം കൊണ്ട് നല്ല ജോലിയായിരുന്നു. ഇനിയും കിടക്കുന്ന ഒരുപാട് ജോലി. അപ്പം ഞാനടുത്ത് ചോറും കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് ബാക്കിയും കൂടെ ചെയ്ത് തീർക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇന്നൊരു മൂടലും ഒക്കെയാണ്, പക്ഷെ അതിനനുസരിച്ച് ചൂടുമുണ്ട്. ഇപ്പം ചക്കക്കുരുവും മാങ്ങയും കൂടെ കറി വെക്കേണ്ടതുണ്ട്. മാങ്ങ ഞാൻ ചെത്തിയൊക്കെ എടുത്താണ് അപ്പനും മക്കളും കൂടെ ഇത്രയും അതിന് ചെത്തി തിന്നും. എന്നിട്ട് ഇനിയും വേണമെന്ന് പറയും. ഞാൻ പിന്നെ കറിക്കകത്തിട്ടുണ്ട്. അപ്പം അച്ഛന് ഈ ചക്കക്കുരു മാങ്ങയും ഇഷ്ടമല്ല. ചക്കക്കുരു മാങ്ങയും ഇഷ്ടമല്ല. അത് കണ്ണന് കൊഞ്ചിടുന്ന ഇഷ്ടമല്ല ചക്കക്കുരു മാങ്ങയ്ക്കകത്ത്. അവനത് കഴിച്ച് കഴിയുമ്പോൾ വയറ്റിൽ എന്നതോ പ്രശ്നമാണെന്ന് പറയുന്നത്. അവൻ്റെ മനസ്സിൻ്റെ ആണെന്ന് തോന്നുന്നു. നേരത്തെയൊക്കെ കഴിക്കുമായിരുന്നു, ഇപ്പോഴാണ് അവനത് ഇഷ്ടമല്ല. അതായത് കൊഞ്ചും കഴിക്കത്തില്ല, ഞണ്ടും കഴിക്കത്തില്ല. രണ്ടും അവന് ഭയങ്കര എന്തോ, അവന് വയറ്റിൽ എന്നതോ പ്രശ്നമെന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് ചക്കക്കുരു എടുത്ത് കറി വെച്ചേച്ച്, കൊഞ്ച് ചേർക്കുന്നില്ല, മാങ്ങയും ചക്കക്കുരു മുരിങ്ങയ്ക്കായും കൂടെ കറിക്കാം. മണിയമ്മ കഴിഞ്ഞ ദിവസം തന്നായിരുന്നു എനിക്ക് മുരിങ്ങയ്ക്ക കറി വെക്കാനായിട്ട്. അപ്പം ഞാനിത് വെച്ചായിരുന്നു. അതെല്ലാം അരിഞ്ഞെല്ലാം വെച്ചാൽ പിന്നെ ഇതെല്ലാം ഒന്ന് കഴുകി എടുത്താൽ മതി. ചക്കക്കുരു എല്ലാം ഒന്ന് കഴുകി കുറച്ച് കറി വെക്കാൻ എടുത്ത് വെച്ച് ബാക്കി പിന്നെ മെഴുക്കോട്ട് വെക്കാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു അവൾക്ക് ഇച്ചിരി മെഴുക്കോട്ട് വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവൾക്ക് ഈ കറി വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ചക്കക്കുരു മെഴുക്കറ്റിയുടെ ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും. എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. കിട്ടിയാൽ കഴിക്കും, ഇല്ല അങ്ങനെ രീതിയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകി അടുപ്പിലോട്ട് വെക്കട്ടെ. കുറച്ച് ചക്കക്കൂരി എടുത്ത് ബാക്കി മാങ്ങയും എടുത്ത് പിന്നെ മുരിങ്ങക്കായും കൂടെ എടുത്ത് ഒന്ന് കറി വെക്കട്ടെ. ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ട്, അപ്പം അത് ഇനി ഒന്ന് വെച്ച് ഊറ്റി എടുത്താൽ മതി. അതുകൊണ്ട് ചോറ് വെക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ ഓരോ പരിപാടിയിലേക്ക് ഇറങ്ങിയത്. ഇനിയും കുറേ ഉണ്ട്. ഇന്നുകൊണ്ട് എല്ലാം ഒന്ന് ഒതുക്കി തീർക്കണമെന്ന് എനിക്കുണ്ട്. കാര്യം എന്നും ഇതിങ്ങനെ ഓരോന്നും ചെയ്ത് നടന്നാൽ പറ്റത്തില്ല. ഇന്നലെ കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എന്നെയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വേദനയാണ് കാലിന്. ജോലി ചെയ്താലും ചെയ്തില്ല, എന്നാൽ പിന്നെ ചെയ്തേച്ച് വേദന എടുക്കട്ടെ എന്ന് വിചാരിച്ച്. അതുകൊണ്ട് എല്ലാം ഒന്ന് ചെയ്യണം. ഇപ്പം നാളെ ഇനി അച്ഛന് എക്സാം ഉള്ളതുകൊണ്ട് അവൾ പഠിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് രാവിലെ കാപ്പി കുടിച്ച് കുറച്ച് പാത്രമൊക്കെ കഴുകുന്നുണ്ട്, അത് കഴുകണം. പിന്നെ നമ്മുടെ ചക്കക്കുരു മാങ്ങയും കറി വെക്കാനുള്ള പാത്രമൊക്കെ എടുത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാവേ. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ചക്കക്കുരു മെഴുക്കുവരട്ടിയും കറിയും പിന്നെ മീൻ ഇരിപ്പുണ്ട്, അതിൽ ഇരിപ്പുണ്ട്. ഇനി മേടിച്ചോണ്ട് വരുമോ എന്നറിയത്തില്ല. അപ്പനും മോനും കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ട്. മേടിച്ചോണ്ട് വന്നാൽ അതും കൂടെ ഒന്ന് റെഡിയാക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കറി വെക്കാനുള്ളതൊക്കെ നിൽക്കട്ടെ. ചേച്ചി ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കായിട്ട് കറി വെക്കുന്ന സമയം തൊട്ടേ ഞാൻ വിചാരിക്കുക ഇച്ചിരി ചക്കക്കുരു കിട്ടിയിരുന്നെങ്കിൽ ഇവിടെയും കറി വെക്കാറുണ്ട്, മാങ്ങ കിട്ടിയിരുന്നെങ്കിലൊക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരും പറഞ്ഞു ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് ഇനിയിപ്പോ ചുമ്മാ തന്നെ സീസൺ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചക്കയൊന്നും ഇവിടെ കിട്ടത്തില്ലെന്നേ. നമുക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് കഞ്ഞി തരണം, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കണം, അതൊക്കെ ഉള്ളു. പണ്ട് ഇഷ്ടം പോലെ പ്ലാവ് ഉണ്ടായിരുന്ന പറമ്പായിരുന്നു. ചക്ക വീണ് പോവായിരുന്നു. ഈ പ്രദേശക്കാർക്ക് മുഴുവനും അതേ ചക്ക ഉണ്ടായിരുന്നു. പക്ഷെ പ്ലാവല്ല, ഈ പെരവണി വന്നപ്പോഴത്തേക്ക് എല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ചക്കയില്ല, ഒന്നുമില്ല. മാവും പിന്നെ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവേ ഉള്ളൂ. എന്നാലും ചക്കയ്ക്ക് ഒരു പഞ്ഞവും ഇല്ലായിരുന്നു. അത് നല്ല വറക്കാൻ കൊള്ളാവുന്നത്, വേവിക്കാൻ കൊള്ളാവുന്നത് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെങ്കില് ഇപ്പൊ ഒന്നുമില്ല. ആരെങ്കിലൊക്കെ ഇവിടുന്നൊക്കെ തരുമ്പോഴാണ് നമ്മൾ അതൊക്കെ എടുക്കുന്നത്. അപ്പൊ ഇന്നലെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി തന്നതാ. ഞാൻ പറഞ്ഞില്ല, അതിന്റെ ബാക്ക് വശത്തൊരു ചകണിയില്ല, ഇതിലെ ചേച്ചി ഉണ്ടോന്ന് ചോദിച്ചു. കൊള്ളാറ്. ഞാൻ പറഞ്ഞു നല്ലതായിരുന്നു. ഞാൻ ചേച്ചി ഇന്നലെ രാവിലെ വെയിലുണ്ട്, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. വൈകുന്നേരം ആയപ്പോഴാണ് കണ്ടത്. അപ്പം നല്ലതായിരുന്നു വേവിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ ചക്ക വേവിച്ചത്. ചക്കയുടെ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. നമുക്കിവിടെ ഭയങ്കര പഞ്ഞുവാ ചക്കയ്ക്കൊക്കെ. കിട്ടിയാ കിട്ടി, അതേ ഉള്ളൂ. പിന്നെ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാനും പറ്റത്തില്ല. ഇവിടെ പക്ഷെ എനിക്കൊന്ന് കടകളിലൊന്നും അങ്ങനെ കാണുന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ ചുമ്മാ വീണ് പോയാലും ചിലർ കൊടുക്കുകയില്ല, അങ്ങനെ മനുഷ്യരുണ്ട്. ഒരു പൊതുജനമല്ലേ അല്ലേ? അപ്പൊ അത് പലവിധം പൊതുജനം. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങട്ടെ. അപ്പൊ നമ്മുടെ ഗീത ചേച്ചി കുറേ ദിവസം കൂടി ഇന്നലെയാണ് ഗീത ചേച്ചിയുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പം ഗീത ചേച്ചിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഗീത ചേച്ചിക്ക് ഡിസ്കിനൊക്കെ പ്രശ്നം. ഇതെല്ലാ പ്രശ്നങ്ങളും എനിക്ക് കൊണ്ട് ചേച്ചി സത്യം. ഞാൻ പിന്നെ ഇങ്ങനെ ദൈവത്തിന്റെ അരികിലെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നതേ ഉള്ളൂ. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, വയ്യാന്നൊക്കെ ഓരോരുത്തർ പറയുമ്പോഴേ ദൈവം ഇത് തന്നെയാണല്ലോ എനിക്ക്. എന്നിട്ട് ഞാൻ ദൈവം താങ്ങി നിർത്തി കൊണ്ടുപോകുന്നു, അത്രയേ ഉള്ളൂ. കഷ്ടം തോന്നി പറച്ചിലെ കേട്ടപ്പോഴത്തേക്ക് ഒത്തിരി വിഷമം വന്ന്. ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കാര്യം എന്നെ നീച്ച് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ
തീരെ സബ്സ്ക്രൈബേഴ്സും കുറഞ്ഞ് വ്യൂവേഴ്സും കുറഞ്ഞൊക്കെ നിൽക്കുന്ന സമയം തൊട്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എന്നെ ഇട്ടേച്ച് പോകല്ലേ എന്നും പറഞ്ഞ് എന്നെ കൊണ്ടു നടന്ന ചേച്ചിയാണ്. കേട്ടപ്പോഴത്തേക്ക് ഒത്തിരി വിഷമം തോന്നി. എന്നോട് ബിജി ഇങ്ങനെ പറഞ്ഞായിരുന്നു, ചേച്ചിക്ക് സുഖമില്ലായിരിക്കുക, എല്ലാവരുടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട് വരുന്നതേ ഉള്ളെന്നൊക്കെ പറഞ്ഞായിരുന്നു. അന്നേ എനിക്ക് തോന്നിയായിരുന്നു ചേച്ചിക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിലും ഉള്ളൂ കേട്ടോ ചേച്ചി നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത്. എല്ലാം മാറും ചേച്ചി, ഞങ്ങൾ ഒത്തിരി പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി. അപ്പം അതുപോലെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകും. അപ്പം ഞാൻ കറിയൊക്കെ വെക്കാൻ തുടങ്ങുവാണേ, അതിലൊന്ന് ചെയ്തെടുക്കട്ടെ. ഞാൻ ചക്കക്കുരു അടുപ്പിട്ട് വെച്ചാണ് ഉപ്പും മാത്രം ചേർത്ത്. അപ്പം ചോദിക്കും ചക്കക്കുരു മാങ്ങ എല്ലാം കൂടെ അങ്ങനെ വെക്കാതിരിക്കും കേട്ടോ. പക്ഷെ എന്നാന്നറിയാവുന്നേ, നമ്മളോടൊക്കെ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ടുണ്ടല്ലോ നമ്മളിങ്ങനെ തന്നെ ചെയ്യുള്ളൂ. നമ്മളെയൊക്കെ ഇങ്ങനെ ഈ എന്നാ അമ്മമാരൊക്കെ ഈ ചെറുപ്പം പോലെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ. അപ്പം ഇത് പിന്നെ പറസവ് ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവരോട് നമ്മൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരങ്ങനെയേ ചെയ്യുള്ളൂ. പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് അമ്മയോ വെല്ലുമിച്ചിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്നയിലൊക്കെ ഒന്ന് പറഞ്ഞാല് നമുക്കത് ചെയ്യാൻ മനസ്സ് വരത്തില്ല, മനസ്സിനങ്ങ് വിഷമമാണ്. അത് തന്നെയായിരിക്കും നമ്മൾ എത്ര പ്രായം ചെന്നാലും ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്നാണല്ലോ ഇപ്പം ചക്കക്കുരു വെച്ച് ഉപ്പും ചേർത്ത് അടുപ്പയിലോട്ട് വെച്ചു. അത് ഒരു ഇച്ചിരി ഒന്ന് പകുതി വെന്ത് കഴിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ മാങ്ങയും മുരിങ്ങയ്ക്കായ എല്ലാം കൂടെ ഒന്നിച്ചിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഉണ്ടല്ലോ മുരിങ്ങയ്ക്കായ ഒത്തിരി അങ്ങ് വെന്ത് പോവുകയും ചെയ്യും. നമ്മുടെ ഈ മുറ്റത്തുനിന്ന് പറിച്ചേക്കുന്നേ ഒത്തിരി വിളയാത്ത മുരിങ്ങയ്ക്കായ. അപ്പം ഒത്തിരി നേരം ഇട്ട് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വെന്തു. ഇവിടെ കണ്ണന് ഇഷ്ടമല്ല മുരിങ്ങയ്ക്ക വെന്ത് അലുത്ത് പോകുന്നത്. പുള്ളിക്കാരൻ മുരിങ്ങയ്ക്കായിട്ട് തന്നെ കിടക്കണം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കെട്ടിയോനെ നോക്കുന്നതിനേക്കാൾ പാടാണ് മകൻ്റെ കാര്യം. ബാസുകൊണ്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലായി. ചില സമയത്ത് ഇവൻ അങ്ങോട്ട് വളരുന്നതനുസരിച്ച് ഒരു സ്വഭാവത്തിന് മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു ചെറുക്കാൻ ഞാൻ നല്ല കീറ് വെച്ച് തരും, ഒത്തിരി അങ്ങോട്ട് കിടന്ന് തുള്ളാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു. ദേഷ്യമൊക്കെ ഇപ്പോൾ വരുന്നതാണ്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്. അതും അച്ഛൻ്റെ അടുത്താണ് കൂടുതലും കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ കിടന്ന് തുള്ളാൻ നിന്നാൽ നല്ല അടി വെച്ച് തരുമെന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ ഇപ്പോഴേ നമ്മൾ ഇതായിട്ട് നിന്നില്ലെങ്കിൽ ഉണ്ടല്ലോ കെട്ടിക്കൊണ്ട് വരുന്ന പെൺപിള്ളേരെ ഇവരെ കൊണ്ടൊക്കെ അനുഭവിക്കും കിടന്ന്. ഇവൻ്റെയൊക്കെ ഈ ദേഷ്യമൊക്കെ ആ പെങ്കൊച്ചിൻ്റെ അടുത്തും കാണിക്കും. അപ്പം ഞാൻ മെഴുകുവരട്ടിക്കുള്ള ചക്കക്കുരു കുറച്ചെടുത്ത് മാറ്റി വെച്ചേ, ബാക്കിയാണ് അടുപ്പിലിട്ട് വെച്ചത്. ഇനി ഇത് വേകുമ്പോഴത്തേക്കും ഞാൻ ഇനി തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വരട്ടെ. ചിരണ്ടി അതൊക്കെ അരയ്ക്കാനുള്ളതെല്ലാം എടുക്കട്ടെ. പിന്നെ മീൻ ഇരിപ്പുണ്ട്. ചക്കക്കുരു ഇനി ഒരു പാത്രത്തിലോട്ട് അടുപ്പിലോട്ട് വെക്കട്ടെ വേവിക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ചെയ്തെടുക്കട്ടെ. ജോലികൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഇഷ്ടം പോലെ പണിയുണ്ട്, അതിലൊന്ന് നിൽക്കണം. ചക്കക്കുരു ഒരു പാതി വേവായി കേട്ടോ. ഇന്നത്തെ കയ്യിലേക്ക് മുരിങ്ങയ്ക്കായും മാങ്ങായും കൂടി ഇട്ട് കൊടുത്ത് 2 മുളകും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ. മുളകൊക്കെ ഇരുന്ന് അങ്ങ് പഴുത്ത മുളക് ഞാനങ്ങ് എടുത്ത്, കാര്യം അതും തീരണ്ടേ. അപ്പം മുളകെല്ലാം ഒന്ന് മുളകെല്ലാം കൂടെ ഒന്നല്ല, മുളകും ചക്കക്കുരു മാങ്ങായും എല്ലാം ഇന്ന് വേകട്ടെ. നമ്മുടെ ചക്കക്കുരു മാങ്ങായും മുരിങ്ങയ്ക്കായും എല്ലാം വേന്ത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഇച്ചിരി കൊഞ്ചും കൂടി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇവിടെ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കാതിരുന്നത്. ചക്കക്കുരു നല്ലപോലെ വേകുന്ന ചക്കക്കുരു കേട്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വേറെ ഇതിന് വെച്ചേക്കുന്നതാണ്, ചക്കക്കുരു മെഴുകുവരട്ടിക്ക് വെച്ചേക്കുന്നത്. അപ്പോൾ ചക്കക്കുരും മാങ്ങയ്ക്കും ഒക്കെ ഞാൻ അരച്ചും കൂടി എടുത്തായിരുന്നേ. അരച്ചെടുത്ത് തേങ്ങയും ജീരകവും ചുമന്നുള്ളിയും മഞ്ഞളും മാത്രമാണ് അരച്ചെടുത്തേക്കുന്നത്. ഈ ചക്കക്കുരുവും മാങ്ങായും കറി വെക്കുമ്പോൾ ഞാൻ എന്നും ഓർക്കും കേട്ടോ, എൻ്റെ വല്യമ്മച്ചിനെ ഓർക്കുന്നത് കൂടുതൽ. എൻ്റെ വല്യമ്മച്ചി ഒരു ദിവസം നീ എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അരകല്ലിലൊക്കെ അല്ലരിക്കുന്നത്, മിക്സി ഒന്നും ഇല്ലല്ലോ അങ്ങനെ. അന്നേരം വെല്ലുമിച്ചിരി എടുത്തായിരുന്നു ഞങ്ങൾ. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം പറ്റും കിണറ്റിലെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ പോയാണ് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പം എൻ്റെ ആങ്ങളമാരുണ്ട്, 2 ചേട്ടായും ചേനയും കൊണ്ട് വെല്ലുമിച്ച് വെള്ളം കോരാൻ പോയി. അപ്പം എന്നെ വീട്ടിൽ ഇരുത്തിച്ച് പറഞ്ഞു പോട്ട് വരുമ്പോഴത്തേക്ക് പെരക്കെല്ലാം തൂത്തിടണം. പിന്നെ ഞാനെന്ന് എത്രാം ക്ലാസ്സിൽ പിടിക്കുക, 4ാം ക്ലാസ്സിൽ പിടിക്കുക, തൂത്തിടണം. പിന്നെ അന്നൊക്കെ 4ാം ക്ലാസ്സിൽ പിടിക്കുന്ന പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ ഒരുപാട് ജോലി എല്ലാം ചെയ്യുന്നേ. കാര്യം കാരണവന്മാരങ്ങനെ പിള്ളേരെ വളർത്തുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചക്കക്കുരു മാങ്ങ. അപ്പം മുറ്റത്തൊരു മുരിങ്ങ നിൽപ്പുണ്ട്, അതേ മുരിങ്ങയ്ക്കായുണ്ട്, മാവ് ഫ്രണ്ടിലുണ്ട്, ചക്കക്കുരു ഇഷ്ടം പോലെ ഉണ്ട്. ചക്കക്കുരു മാങ്ങയും കൂടെ കറി വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചക്കക്കുരു മാങ്ങയൊക്കെ അമ്മച്ചി വെക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊക്കെ വെച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇത് അരയ്ക്കണം. അരകല്ലെന്ന് പറഞ്ഞാൽ വലിയ അരകല്ലും പിള്ളേ തന്നെ. അതേലും ഞാൻ അരച്ച്, പക്ഷെ ശരിക്കും അരഞ്ഞില്ല. ഇതിന് നല്ലപോലെ അരയണം. ശരിക്കും അരയാതെ ഇച്ചിരി നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരക്കില്ല, അതുപോലെ ആയിപ്പോയി. ഞാൻ അരച്ചതിനകത്തെല്ലാം ചേർത്ത് അയ്യോ അമ്മച്ചിറയുന്നു നല്ല കിട്ടിയിട്ടോ എന്ന്. ഇങ്ങനെയാണ് ഇപ്പം പിള്ളേർ ജോലി ചെയ്ത് പഠിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട്. അമ്മച്ചി തന്നെ എൻ്റെ അമ്മയുടെ അമ്മയാണേ. അങ്ങനെ എനിക്കിട്ട് അന്ന് വഴക്ക് നല്ല കിട്ടും. അതിന് ശേഷം ഉണ്ടല്ലോ
കറിയെല്ലാം വെക്കാൻ പഠിക്കണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു. അങ്ങനെ എല്ലാ കറിയും ഞാനിവിടെ ചേട്ടനോട് വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ഒറ്റ മാസം കൊണ്ടത്. പക്ഷെ വല്യമ്മച്ചി അന്ന് എന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കുണ്ടല്ലോ ഒരിടത്തും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു കറി കഴിക്കുമ്പോൾ പോലും അതിൻ്റെ രുചിച്ച് ഞാൻ അതിനകത്തേക്ക് എന്നതാ ചേർക്കുന്നതെന്ന് മനസ്സിലാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള പിള്ളേരുടെ ഒരു ചമ്മന്തി അരയ്ക്കാൻ എന്നൊക്കെയാന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ല. അച്ഛനെ കുറേയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അവധി വരുമല്ലേ, അന്നേരം അവളെ നല്ലപോലെ ഒന്ന് പിടിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് വെക്കുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ വെല്ലുമിച്ചി ഓർക്കും. പിന്നെ ഈ ചക്കക്കുരു മാങ്ങായും പിന്നെ ഇതിൻ്റെ കൂടെ അമ്മച്ചിയുടെ ഒരു അയലയുണ്ട്, ഉണക്കയില, അത് വറുത്തതും കൂടെ ഉണ്ട്. എന്നാ രുചിയാണെന്നറിയാവോ നീ? അതൊക്കെ ആ ഒരു ഞങ്ങളുടെ പനക്കിസറോടെ ഞങ്ങൾ പറയുന്നത്, പനക്കിസറയല്ല വീട്, അതിന് പനക്കിസറോട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഇരുന്ന് കഴിക്കണം, അന്നേരം അതിൻ്റെ ടേസ്റ്റ്. അത് അമ്മച്ചിയുടെ ആ ഒരു കൈ കൊണ്ട് വിളമ്പി തന്ന് ചൂട് ചോറൊക്കെ കഴിക്കുമ്പോഴേ എപ്പോഴും ഇതൊക്കെ വെക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമായിട്ടോ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ബാല്യം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും ആരും മരിച്ചു പോകണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എന്നാ രസമായിരുന്നു ഇനിയെന്ന്. അന്നൊക്കെ നമുക്ക് വലിയ അറിവില്ലാത്ത സമയത്തല്ലേ നമ്മൾ അന്നൊക്കെ എല്ലാവരുടെയും കൂടെ ഒക്കെ നിൽക്കുന്നത്. ഇപ്പോഴാകുമ്പോൾ നമുക്കെല്ലാം അറിവുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെങ്കിൽ അമ്മയും പോയി, വെല്ലുമിച്ചിയും പോയി. അമ്മ പോയതാട്ടോ എനിക്ക് സഹിക്കാൻ പറ്റാതായി പോയത്, ഭയങ്കര വിഷമമായിപ്പോയി അമ്മ പോയത്. ഒത്തിരി പേര് ഞങ്ങളെ വിട്ടു പോയി. അമ്മ പോയതോടുകൂടി എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുന്നത് എന്നാന്നറിയാം, എൻ്റെ അച്ചുവിനെ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നിടം വരെയെങ്കിലും ദൈവമേ എനിക്ക് ആയുസ് തരണത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ അമ്മയില്ലാതെ ഈ 2 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ച സമയത്തുണ്ടല്ലോ, എനിക്കൊന്ന് ലോകത്ത് പ്രസവിച്ചിട്ട് റെസ്റ്റ് എടുക്കാത്തൊരു പെണ്ണ് ഞാനായിരിക്കും. ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്തിട്ടില്ല, ഒറ്റ ദിവസം പോലും. അച്ഛനെ പ്രസവിച്ച 9ാമത്തെ ദിവസം മുതൽ അച്ഛൻ്റെ തുണി കഴുകാൻ തുടങ്ങിയത് ഞാനാണ്. 9ാമത്തെ ദിവസമാണ് NIC കിട്ടുന്നത്. കണ്ണനെ കുളിപ്പിക്കാൻ ഒരാളെ പോലും കിട്ടിയിട്ടില്ല. ഞാൻ തന്നെയാണ് കണ്ണനെ കുളിപ്പിക്കുക എല്ലാം ചെയ്തത്. പിന്നെ അച്ഛനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുളിപ്പിക്കാനായിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു പുള്ളിക്കാരി കിട്ടി. പിന്നെ അന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ചാർജൊക്കെയാണ്. ബാബച്ചന് വണ്ടിയിൽ പോകുന്നതിൻ്റെ വരുമാനമല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് അന്നേരമൊക്കെ ഓർക്കും ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിച്ച് ഒരുപാട് അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. ചേട്ടൻ്റെ അമ്മയ്ക്ക് വയ്യാത്തായിരുന്നു കേട്ടോ. അച്ചു ഉണ്ടായ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക്, എന്നിട്ടും അമ്മ അച്ഛനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെന്ന് എൻ്റെ അച്ഛനെ ഞാൻ കണ്ണനെ പ്രസവിക്കാൻ കയറിയപ്പം വയ്യാത്ത അമ്മയെ നോക്കിയത് കേട്ടോ. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ആ 15 ദിവസം അവളെ നോക്കി. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങയും എല്ലാം വെന്തു. ഇപ്പം തിളയ്ക്കുന്നതിന് മുമ്പേ ഇത് ഓഫ് ചെയ്യണേ. ഇപ്പം തിളയ്ക്കുന്നതിന് മുമ്പേ വർത്താനം പറയുന്നുണ്ടല്ലോ, എൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ഓഫ് ചെയ്തു. ഇനി അതിന് കടുക് വറക്കാൻ കൂടി ചെയ്താൽ മതി. പിന്നെ ഇന്നലത്തെ ഇതിന് ഇച്ചിരി കൂടെ വെള്ളം ചേർക്കണമെന്ന് വർത്താനം ഞാൻ ഓഫ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഈ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വരുന്നുണ്ടല്ലോ, നമ്മൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് കൂടി എടുക്കണമായിരുന്നു. ഇതിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലൊക്കെ ചിന്തിച്ച് കാണും, പെണ്ണുമ്പള വർത്താനം പറയാണ്ട് നിൽക്കുക, ജാറ് കഴുകി അതിനകത്ത് ഒഴിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് കാണത്തില്ലേ. ഞാൻ ജാറ് കഴുകി ഒഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ വർത്താനം പറഞ്ഞു തന്നത്. ഇച്ചിരി ഉപ്പും കൂടെ വേണം കേട്ടോ, ഉപ്പും വേണം. ചക്കക്കുരു മാങ്ങയുടെ രുചി കേട്ടോ ഒരു പ്രത്യേകതയാണ് സത്യം പറഞ്ഞ. ഇതൊക്കെ എന്നാ ചില്ലി ചിക്കൻ കഴിച്ചാലൊന്നും ഈ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല കേട്ടോ. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ ചെല്ലണം, ഈ കറിയുടെ ഒക്കെ രുചി കിട്ടും. ഇപ്പൊ എനിക്കൊന്നും ഇപ്പൊ എല്ലാവരും ഇതൊക്കെ ചെയ്തൊക്കെ വരുന്നേന്ന് തോന്നുന്നു. ഇനി ഇതിനൊന്ന് കടുക് വറക്കം കൂടെ ചെയ്താൽ മതി. ചെറുതായിട്ട് ഞാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്യും. ഞാൻ ചക്കക്കുരു വെന്തോന്ന് നോക്കട്ടെ. ചൂടായി കഴിഞ്ഞ് ചക്കക്കുരു വെന്തു. ഇനി ഇതിന് കടുക് വറക്കണം, ചക്കക്കുരു മെഴുക്കോട്ട് വെക്കണം, മീൻ വറക്കണം, ചോറ് നല്ലപോലെ ഒന്ന് തിളക്കണം. കുറച്ച് നേരം തിളക്കുന്നില്ല, ഇച്ചിരി വേവ് കുറവായിപ്പേ. ഇപ്പം ഞാൻ ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇന്നിപ്പോൾ അത് ഇച്ചിരി കൂടെ നല്ലപോലെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചക്കക്കുരു മെഴുക്കോട്ട് വെക്കുന്നതിനകത്ത് ഒന്നും ചേർക്കുന്ന ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. മുളകോ ചുമ്മാ ഉപ്പിട്ട് വേവിക്കുക, അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കുക. ഒത്തിരിയൊക്കെ വറക്കുന്നേ ഇഷ്ടമല്ല. ഒരു ചെറിയ മുരുമുരുപ്പ്, പുറമെ അകം സോഫ്റ്റ് ആയിരിക്കണം.
അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ ഞാൻ അയല വറക്കാൻ ഇട്ടിട്ട് നമ്മുടെ ചോറ് അങ്ങോട്ട് ഇച്ചിരിയും കൂടെ വേകാനുണ്ട്, നല്ലപോലെ വെന്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചക്കക്കുരു മെഴുക്ക് വരട്ടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ ആകുമേ. ഒരു കണക്കിന് ഈ യൂട്യൂബൊക്കെ വേണ്ടായിരുന്നെന്ന് തോന്നാറുണ്ടെന്ന്. സത്യം എന്നാന്നറിയോ, മനസ്സിന് എപ്പോഴും ഒരു മനസ്സമാനക്കേടാണ്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാൾ പറയുന്നതും എടുക്കുന്നതല്ല. അപ്പോൾ ചോർക്കും എന്നാ നോക്കല്ലേ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വീഡിയോ ഇട്ട് 30 മിനിറ്റുള്ള വീഡിയോ ഇട്ട് 11ാമത്തെ മിനിറ്റിൽ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുതെന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു സ്കിപ്പ് ചെയ്താൽ കണ്ടേന്ന് പറഞ്ഞു. മോനാ കണ്ടേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മോനാണോ നിങ്ങളാണോ കാണുന്നതെന്ന് യൂട്യൂബ് അറിയുന്നില്ല. ഞാൻ വീഡിയോ കൊണ്ട് ഇട്ടതേ ഉള്ളൂ, ഫസ്റ്റ് വ്യൂ അവരുടെ ആയിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ കാണുന്നതായിരുന്നേ. അപ്പം പുള്ളിക്കാരിയുടെ വീഡിയോയിൽ പുള്ളിക്കാരി അപ്പോൾ ഈ കാര്യം ഇങ്ങനെ എടുത്ത് പറയുന്നത് ഞാൻ കണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ ഒന്ന് കാണണം. വിഷമിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ അവർ അങ്ങോട്ട് ചെന്നാലേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയുള്ള കൂട്ട് വേണ്ട. ഞാൻ അങ്ങനെ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ ഇപ്പോൾ ഒരാൾ കണ്ടില്ലെന്ന് പറഞ്ഞാലും ഞാൻ ആരും അങ്ങനെ നോക്കിയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണുന്നത് എങ്ങനെയാണെന്നറിയോ, എൻ്റെ കമൻറ്റ് ബോക്സിൽ കയറി അല്ല കാണുന്നത്. ഇന്നൊരാൾ എൻ്റെ കണ്ടു, അമ്മ പിന്നെ അവരുടെ ഞാനും പോയി കണ്ടേക്കാം, അങ്ങനെയല്ല ഞാൻ വീഡിയോ കാണുന്നത്. ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചാനൽ എടുക്കുമ്പോൾ ഈ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരുടെയാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഞാൻ അത് പ്രസ് ചെയ്യുമ്പം അവരുടെ വീഡിയോസ് ഇട്ടവരുടെ എല്ലാം അവിടെ ഒരു നീല ഡോട്ട് പോലും നീല ആ ഒരു കളർ വരും. അപ്പം അത് വരുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ഓരോരുത്തരുടെയും ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്തവരുടെ മൊത്തം വീഡിയോസ് കാണുന്നത് അങ്ങനെയാണ്. അല്ലാതെ അയ്യോ ഇവരെൻ്റെ കണ്ടിട്ടില്ല എന്നാൽ പിന്നെ ഇവരുടെ ഞാൻ കാണുന്നില്ല എന്നൊന്നും ചെയ്തില്ല. പിന്നെ ചിലരെല്ലാം വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാത്തതെന്ന് വെച്ചാൽ എൻ്റെ കൈയുടെ വേദനയെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കിടക്കുമ്പോഴാണെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടക്കാൻ എനിക്കൊണ്ട് പറ്റത്തില്ല. കുറേ നേരം ഉച്ച സമയത്ത് കുറച്ച് നേരം കിടക്കുമ്പോഴാണ് വീഡിയോ ഒക്കെ കൂടുതലും കാണുന്നത്. അന്നേരം കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ കൈക്ക് ഭയങ്കര വേദന പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ എന്നുവെച്ചാൽ ഈ സ്റ്റാൻഡ് എടുത്ത് അവിടെ വെക്കുമ്പോഴത്തേക്ക് അതേ ഈ ഫോൺ വെച്ചിട്ട് ചേട്ടൻ കിടന്ന് ഉറപ്പമായിരിക്കും. അപ്പം ഞാൻ ചെവി ഹെഡ്സെറ്റും വെച്ചെന്നാണ് കാണുന്നത്. അപ്പം ചിലപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത് കമൻറ്റ് ലൈക്ക് ഇടുന്നതാണ്, കമൻറ്റ് ഇടാനായിരിക്കും വിട്ടു പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരു തരത്തിലേക്കും കൈ ഒന്ന് വെച്ച് കിടക്കുന്നത്. ആരുടെയും വീഡിയോ ആരും ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കത്തില്ല കേട്ടോ. എന്നോട് ആര് സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാലും അതിനെന്നെ സപ്പോർട്ട് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ പറയത്തുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരുടെ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അന്നേരം അന്നത്തെ വീഡിയോ ഞാൻ അവിടെ കണ്ടില്ലായിരുന്നു. കാണാതിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാലിനും കൈക്കും ഭയങ്കര വേദനയായിരിക്കുന്ന സമയത്താണ് ഇവർ ഈ സബ്സ്ക്രൈബ് ചെയ്യാവോന്ന് ചോദിക്കുന്നത്. നമ്മുടെ വയ്യാഴികയ്ക്ക് ഇപ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിരിക്കും അവർ വരുന്നത്. അപ്പം നമ്മൾക്ക് പറയാൻ പറ്റുമോ എൻ്റെ കൈക്കും കാലിനൊക്കെ വേദന ഞാൻ പിന്നെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എനിക്ക് കാണാനുള്ള മൂഡില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും. ഞാനന്നേരം എന്നെ ചെയ്ത് അവരുടെ അന്നേരത്തെ വീഡിയോ ഒന്ന് കണ്ടേച്ച് കൂട്ടായെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വീഡിയോ കണ്ടു. പിന്നെ എൻ്റെ പിറ്റേ ദിവസം ഞാൻ കണ്ടില്ല കേട്ടോ, അത് സത്യമാണ്. പക്ഷെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. എൻ്റെ വീഡിയോ അവർ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ടും അല്ല ഞാൻ അവരെന്നെ ഈ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പോലും ഞാൻ അവരുടെ വീഡിയോ കാണാൻ ചെന്നപ്പോഴാണ് ഇത്രയും മാന്യമായിട്ട് അത് കുറ്റം പറയുന്നത്. അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആൾക്കാരും ആ കുറ്റം പറച്ചില്ല സത്യമല്ലാന്ന് പോലും അതാ അവർക്ക് കേൾക്കുന്നവർക്കല്ല. അവർ പറയുന്നത് മോൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മോൻ സ്കിപ്പ് ചെയ്തെന്ന. ഞാൻ എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങിയതുകൊണ്ട് ഞാനിങ്ങനെ തച്ചുമ്പുറത്തിരുന്ന് എല്ലാവരും വീഡിയോസ് കാണുന്നത്. അതിനൊക്കെ മുന്നേ എനിക്കൊരാളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അടുത്തയാളുടെ വീഡിയോ നോക്കി പോകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇതിലേക്ക് വരുന്ന കഷ്ടപ്പാട്, ഓരോരുത്തരും കിടന്ന് കഷ്ടപ്പെടുന്നത്, അതൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അവർ പറഞ്ഞു മോൻ കണ്ടപ്പോൾ മോൻ ഇഷ്ടപ്പെട്ടില്ലെന്നോ. നമ്മൾ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ആ വീട്ടിലെ കൊച്ചു പിള്ളേർക്ക് കാണാൻ വേണ്ടിയല്ലല്ലോ. എൻ്റെ പിള്ളേരെ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി ഞാൻ അവരോട് പറയും, നിങ്ങൾ ഫോണിൽ എന്നെ എടുത്താൽ യൂട്യൂബിൽ കയറിയേക്കെന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ഥിരമായിട്ട് കാണുന്നവരുടെ വീഡിയോസ് ഈ ഓപ്പൺ ചെയ്യുന്നതേ കയറി വരും. അപ്പം ഈ പിള്ളേർ ചുമ്മാ ഇച്ചിരി നേരം നോക്കിയിട്ട് ചതഞ്ഞ് വിടും. അത് അവരുടെ ചാനലിനെ അതുപോലെ ബാധിക്കും. അപ്പം ഞാൻ എൻ്റെ 2 മക്കളോടും പറയും, നിങ്ങൾക്ക് അതാണ് ഇനി ഏതൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മുഴുവൻ ഇരുന്ന് കണ്ടോണം. ഇച്ചിരി ഇരുന്ന് കാണാനില്ല. എൻ്റെ ഏറെ മോൻ കാണുന്ന ചാനലാണ്. ജയ ചേച്ചിയുടെ കാണും, അയോ ചേച്ചിയുടെ കാണും, പിന്നെ പാലക്കാട് മടക്കിനി എന്നൊരു ചാനലുണ്ടായിരുന്നു, അത് കാണും. പിന്നെ
അതൊക്കെ ഞാൻ കാണുന്ന കൂടെ അവൻ കൂടുതൽ ഇരുന്ന് കാണുന്നത്. പിന്നെ ജയചേച്ചിയുടെ ഈ തമാശയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവനങ്ങ് ഇരുന്ന് ചിരിക്കും. അപ്പൊ ജയചേച്ചിയുടെ വീഡിയോ അവരിത് കാണും, എന്ത് പറയുമ്പോൾ എന്നെ കൂടെ കാണിക്കണമെന്ന് അത് കാണും. അങ്ങനെ കുറെ പേരൊക്കെ അവരിത് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. പിന്നെ ചെടിയുടെ ഒക്കെ മറ്റേ നമ്മുടെ ഇത് ഹരിതഗാർഡൻ, അതിനകത്ത് ഞാൻ ഈ ചെടിപ്പിനാന്തായതുകൊണ്ട് അവൻ പറയും അമ്മയുടെ അതെടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ അന്നേരം അതിരുന്ന് കാണും കേട്ടോ. അതുകൊണ്ട് ഈ പിള്ളേരെ കൊണ്ട് അങ്ങനെ അറിയും. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് ഞാൻ കാണാൻ വേണ്ടി അവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അതിനകത്ത് ഓരോരുത്തരും ഒരു പുള്ളിക്കാർ പറഞ്ഞേക്കുന്നു എന്നാ അവരുടെ വീഡിയോ ചെന്ന് പിന്നെ സുപ്രിയയ്ക്ക് മാത്രം ഞാനൊരു മറുപടി കൊടുത്തു കേട്ടോ. സുപ്രിയ വേറെ ഒന്നും കൊണ്ടല്ല, സഹി ഇട്ടിട്ടാണ്. ഞാൻ സത്യം പറഞ്ഞ കമന്റ് ഒന്നും വായിക്കാൻ പോകത്തില്ല. ഞാൻ കമന്റ് ഇടാൻ ചെന്നപ്പോൾ തൊട്ട് താഴെ ഒരു കമന്റ് കിടക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അതിൻ്റെ താഴോട്ടുള്ളതായിട്ടുള്ള കമന്റുകളെല്ലാം ഞാൻ നോക്കിയത്. എന്നാൽ പുള്ളിക്കാരിക്കൊന്ന് പറയാമല്ലോ, അവര് അങ്ങനല്ല പറഞ്ഞത്, സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒരു സത്യം പറയാമല്ലോ. പുള്ളിക്കാരി ഏതാണ്ട് ഞാൻ വലിയ തെറ്റ് ചെയ്ത മാതിരിയാണ് പറയുന്നത്. എൻ്റെ ചാനൽ നോക്കാന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ. അത് വേറൊരാൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് പറയേണ്ട കടമ എൻ്റെയാണ്. ഇപ്പം ഞാൻ ഒരാളുടെ ചാനൽ ചെയ്താലും അത് അവരെന്നോട് പറഞ്ഞാൽ ഞാനത് കേട്ടേ പറ്റൂ. അവരാരും നമ്മളെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അപ്പൊ എനിക്കൊരു വിഷമം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരാ വീഡിയോ തന്നെ പറയുന്നുണ്ട് മോൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവനങ്ങ് സ്കിപ്പ് ചെയ്തെന്ന. അത് കേട്ടിട്ട് അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരെ കാണുമ്പോഴാണ് മനസ്സിലാകാത്തത്. അത് കേട്ട് അങ്ങനെ ഉണ്ടെ പറയാമല്ലോ, ഇനി അങ്ങനെ സ്കിപ്പ് ചെയ്യാതിരുന്നാൽ മതി എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി ഒന്ന് ചോദിക്കുന്നത് അവരിങ്ങോട്ട് വരത്തില്ലെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാനല്ലല്ലോ അങ്ങോട്ട് പോയി കൂട്ടായത്. പുള്ളിക്കാരി എന്നോട് വന്നാണ് ചോദിച്ച് കൂട്ടാവുന്നത്. ഞാൻ ആരോടും അങ്ങോട്ട് കൂട്ടാകത്തില്ല എന്ന് പറയുന്നില്ല. ഞാൻ കൂട്ടായിട്ടുള്ള കുറേ പേരുണ്ട്. അത് കൂടുതലും നമ്മൾ എന്നോട് ഗീതേച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജയചേച്ചറിനകത്ത് സുപ്രിയ ഞാൻ അങ്ങോട്ട് പോയി കൂട്ടായതാണ് കേട്ടോ. സുപ്രിയ ഞാൻ അങ്ങോട്ട് പോയി കൂട്ടായതാണ്. സുപ്രിയ എനിക്ക് ഇടയ്ക്കാണ് കൂട്ടായത്. കാര്യം എനിക്ക് ഈ സുപ്രിയയുടെ ചാനൽ അറിയത്തില്ലായിരുന്നു. ജയചേച്ചറിനകത്തുനിന്ന് കമന്റ് ബോക്സിൽ നിന്നെടുത്ത് തപ്പിയെടുത്ത് ഞാൻ പോയി കൂട്ടായത്. ഇത് ജയചേച്ചി പറഞ്ഞ് കേട്ട് അങ്ങനെ കൂട്ടായതാണ്. അപ്പം എന്നോട് കൂട്ടാകാൻ വരുന്ന കാര്യം ഇതാന്നല്ല പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാതെ വെച്ചാൽ നാളെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവർ പറയും എന്നെ എന്തെങ്കിലും പറയാതിരിക്കും, ഇതൊന്നും കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, ഉള്ളത് മതി എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഈ നിൽക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഉള്ളത് മതി എന്നുള്ളത് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ. അത് യൂട്യൂബേഴ്സിനോടല്ല, അല്ലാത്തവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം അത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു വിഷമം പോലെ. ഇപ്പം അച്ഛൻ എന്നോട് പറയുന്നത് അമ്മ എന്നെ ഇതൊക്കെ മൈൻഡ് ചെയ്യുന്നത് എന്ന്. ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, പറയുന്നവർ കിടന്ന് പറയട്ടെ എന്ന്. ചില സമയത്ത് നമ്മൾ ചിലതിലേക്ക് എത്തുന്നു, നമ്മൾ അറിയാതെ കൊണ്ടുപോയി ചാടും. പിന്നെ ഒരു കണക്കിന് നന്നായി. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാനിവരുടെ വീഡിയോ പിന്നെയും കാണുന്നുണ്ടായിരുന്നു. ഇവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റി, അവരുടെ മനസ്സിലിരിപ്പ് എന്നാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ പരസ്പരം സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്നാത്തിനെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പരസ്പരം സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇനി ഞാൻ എന്തായാലും അവസ്ഥയ്ക്ക് നോക്കാൻ പോകുന്നില്ല. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ആ വശത്തേക്ക് ഞാൻ നോക്കാൻ പോകത്തില്ല. അത് എനിക്കിനി അമൃതാന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ്. അതൊരു മനുഷ്യനെയാണെങ്കിലും എന്നതാണെങ്കിലും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അത് പണ്ട് മുതലുള്ള എൻ്റെ ഒരു സ്വഭാവം. സ്നേഹിച്ചാണ്ടല്ലോ ചത്ത് കിടന്ന് സ്നേഹിക്കും. ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അവർ ചിന്തിക്കുന്നതിന് അപ്പുറം അവർ ഞാൻ സ്നേഹിക്കും. അത് ഇതുപോലെ എനിക്ക് ജീവനായിരിക്കും. പക്ഷെങ്കിൽ എൻ്റെ മനസ്സിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഭയങ്കര പാടാണ് തിരിച്ചു കയറാനായിട്ട്. എനിക്കങ്ങനെ ഞാൻ അവസ്ഥയ്ക്ക് നോക്കാൻ പോകത്തില്ല. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി സെറ്റായി, മീനും വറുത്തു. ഇനി ചോറങ്ങോട്ട് വേകുന്നില്ലെന്നേ. ഇന്നലെ വെച്ചതായതുകൊണ്ടാണോ ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ചേട്ടൻ തന്നെ ശരിയാക്കും. ഭയങ്കര വേവുള്ള അരിയായിരുന്നു ഇത്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് പെട്ടെന്ന് വേവുന്ന ചോറായിരുന്നു. ഒന്ന് തിളച്ചാൽ മതിയായിരുന്നു. കഞ്ഞിക്കൊക്കെ നല്ലതായിരുന്നേ. പ്രാവശ്യം നല്ല വേവുള്ള അരിയായിരുന്നു. ഞാൻ കുക്കറിലോട്ട് എടുത്ത് വെച്ചു. അവിടെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതായിരുന്നു. എനിക്ക് അങ്ങനെ പോകുന്ന സമയമായല്ലോ എന്ന് ഓർത്തെടുത്ത് ഊറ്റിയത് ഇന്നലെ. വൈകിട്ട് പിന്നെ ദോശയായിരുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് വെന്തിട്ടുണ്ട്. ഇച്ചിരി നേരം കൂടി ഇരുന്ന ഇച്ചിരിയോടെ നല്ലതായിട്ട് വേഗം. അതും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ റെഡിയാകും.
ഇനി ഞാൻ ഈ കടുകൊക്കെ ഒന്ന് കടുക് വറുത്തില്ല കേട്ടോ, കടുകും കൂടെ വറക്കണം. ഉള്ളിയൊക്കെ പൊളിച്ചെടുത്ത് വെച്ചിട്ട് അങ്ങനെ അവൻ അപ്പനും കൊല്ലൂടെ വന്നെ. പിന്നെ കഥ പറയാനും ചോദിച്ചിരുന്നു. ഞാനിതിൽ എണ്ണ ഒഴിച്ച് അപ്പുറത്തോട്ട് എന്നെ വിളിച്ചപ്പോൾ അങ്ങോട്ട് എണ്ണ ശരിക്കും കിടന്നങ്ങ് ചൂടായിരുന്നേ. ഞാൻ തീ ഓഫ് ചെയ്തേക്കുവാണേ. തീ ഓഫ് ചെയ്ത് നല്ലപോലെ എണ്ണ ചൂടായി കിടക്കുക. അപ്പോൾ അതിനകത്ത് കടുകിട്ടിനി എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കും, അതല്ല തീ കത്തിക്കണമെന്നുണ്ടെങ്കിൽ കത്തിക്കും. വേറെ തീ കത്തിക്കണ്ട, നല്ലപോലെ എണ്ണ ചൂടായി കിടക്കുക. അതായത് ഈ അടുക്കള നമ്മൾ ജോലി ചെയ്യുമ്പോണ്ടല്ലോ ഒരു 10 പ്രാവശ്യം നമ്മളെ അങ്ങോട്ട് വിളിക്കും. അപ്പനാണേലും മക്കളാണേലും വീട്ടൊന്ന് ഇതൊന്നും നോക്കി അതൊന്നും നോക്കി എന്ന് പറയും. ശകലം മുളക് പൊടി ഞാൻ ചേർക്കും എപ്പോഴും. അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർക്കത്തില്ല, ഇങ്ങനെ ചേർക്കത്തില്ല. അപ്പം അതിൻ്റെ മേടിൽ ഒരു ഇച്ചിരി കളറായിട്ട് കിടക്കും. ഇതിപ്പോൾ നല്ലപോലെ കുറുകിയത്. എന്നും ഉച്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മുറ്റത്താണ് കേട്ടോ ജോലി. മുറ്റത്ത് ഇഷ്ടം പോലെ ജോലിയായിരിക്കും. എന്നുവെച്ചാൽ എന്നതിലൊക്കെ കാണും, നടാനും എടുത്തു വെക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഇത് ഞാൻ ഇങ്ങോട്ടിങ്ങനെ മാറ്റി. നമ്മുടെ ഇത് കണ്ടോ, ആമ്പൽ കിടക്കുന്നത് കാണാവോ? ആമ്പലിൽ ഇങ്ങോട്ട് മാറ്റി. പിന്നെ ഈ നെറ്റ് ഇങ്ങനെ വെച്ചേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇതുണ്ട്, ഇതിനകത്ത് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട്. കണ്ടോ, കുഞ്ഞു ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട്. അതിന് ഈ സൈഡിൽ കിടക്കുന്ന വലിയ മീനുകളുണ്ടല്ലോ തിന്നും. അതുപോലെ തന്നെ നമ്മുടെ ആമ്പലിൻ്റെ ഇല മുഴുവനും തിന്ന് തീർത്തായിരുന്നു നാളെ. അപ്പോൾ അതുകൊണ്ട് ഇവരെ എല്ലാം വെളിയിലിട്ടേച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ ഞാൻ അതിനകത്താക്കി. ഇല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടയിടും. അങ്ങനെ അകത്തും പുറത്തുമായിട്ടൊക്കെ ഇവരെ സെറ്റാക്കി ഇട്ടേക്കുവാണ്. പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.